കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം കോട്ടയം മെഡിക്കൽ കോളേജ് തന്നെയാണ്. എത്രയോ പുതിയ നിർമ്മാണങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ദൃശ്യമായ വികസന പ്രവർത്തനങ്ങൾ സാധ്യമായ ഒരു മേഖലയാണ് ആരോഗ്യ മേഖല, കേരളത്തിന്റെ ആരോഗ്യ മേഖല. നമ്പർ 1 ആരോഗ്യ കേരളമാണ് ദാ തകർന്ന തരിപ്പണമായി കിടക്കുന്നത്. ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വീഡിയോ എടുക്കുമ്പോൾ ഈ പെണ്ണ് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. എൻ്റെ ലോകത്തുള്ള എല്ലാ ദൈവങ്ങളെ എനിക്ക് കൺട്രോൾ തരൂ, എൻ്റെ നാക്കിനൊരു കൺട്രോൾ തരൂ എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നൊരു വീഡിയോ. എനിക്ക് എന്ത് പറയണം, എവിടുന്ന് തുടങ്ങണം, ഏത് രീതിയിൽ സംസാരിക്കണം, കൺട്രോൾ പോവോ എന്നൊന്നും അറിയാത്തത്. പിന്നെ എന്ത് വാങ്ങാണ്ടിയാണ് നമ്മളുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത്. സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ മോൻ്റെ കരച്ചിൽ കാണുന്ന സമയത്ത് എന്താ പറയണ്ടേന്നറിയാത്തൊരവസ്ഥയിലായിപ്പോയി. ഏത് കുട്ടികളുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് അവനവൻ ജോലി ചെയ്ത് ആദ്യ സാലറി നമ്മളുടെ പാരൻസിന് കൊടുക്കണം എന്നുള്ളത്. അവൻ അമ്മയ്ക്ക് കൊടുക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ഫ്രണ്ടോട് വന്ന സമയത്ത് ആ അമ്മ ഇല്ലാണ്ടാവുക, അതിൻ്റെ ഒരു സാഹചര്യം, അതിൻ്റെ ഒരു സിറ്റുവേഷൻ, അതിന് കാരണമായത് സോ കോൾഡ് നമ്മളൊക്കെ സെലക്ട് ചെയ്ത ഗവൺമെൻറ് സിസ്റ്റമാണെന്ന് ആലോചിക്കുമ്പം പുച്ഛം തോന്നുക. ദയവ് ചെയ്ത് കുറച്ചുളുപ്പുണ്ടെങ്കിൽ ആ സീറ്റിൽ നിന്നൊന്ന് മാറിപ്പോ മാത്രമേ പറയാനുള്ളൂ. സത്യസന്ധമായി പറയാം. ഇത് ചിലപ്പോൾ ഞാൻ പറയുന്ന ചില വാക്കുകൾ അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും അങ്ങനെ പറയാൻ പറ്റുമോ, ഇങ്ങനെ പറയാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല. മനസാക്ഷി, മനുഷ്യപ്പെറ്റുള്ള ഒരാൾ എന്ന പേഴ്സ്പെക്റ്റീവിൽ ഞാൻ സംസാരിക്കുന്നതാണത്. മനുഷ്യനോടുള്ള വില, സ്നേഹം, ഇഷ്ടം, താല്പര്യം ഒക്കെ വെച്ച് സംസാരിക്കുന്നതാണത്. എനിക്ക് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോ എക്സെപ്റ്റൻസോ ഒന്നുമില്ല. ഞാനൊരു മനുഷ്യനാണ്. ഞാൻ എല്ലാവരെയും മനുഷ്യനായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. 2.5 മണിക്കൂർ ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കടക്കേണ്ടി വന്നു ആ ലേഡിക്ക്. അവിടെ ആരുമില്ല, കെട്ടിടത്തിൽ ആരുമില്ല, അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഒന്നിൻ്റെ പേരിൽ ഒരാളും അവിടെ നോക്കിയില്ല. ഒരു ജീവനല്ലേ നഷ്ടപ്പെട്ടെ. ഇപ്പം നിങ്ങൾ കരുതും എത്രയോ ആൾക്കാരെ രക്ഷപ്പെടുള്ളൂ, പക്ഷെ ഒരാൾ നഷ്ടപ്പെട്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ എല്ലാമാണ് പോയിരിക്കുന്നത്. ആ സ്പേസിലോട്ട് വേറെ ഒരാളെയും നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റില്ല എന്നൊരു തിരിച്ചറിവും കൂടെ വേണം. നമുക്ക് ആദ്യം ന്യൂസിലോട്ട് പോവാം. രാവിലെ 10:45 കോട്ടയം മെഡിക്കൽ കോളേജിലെ 10, 11, 14 വാർഡുകൾ അടങ്ങിയ കെട്ടിടത്തിലെ ശുചിമുറിയുടെ ഭാഗം ഇടിഞ്ഞു വീഴുന്നത്. മുഖ്യമന്ത്രിയുടെ മേഖലാ അവലോകന യോഗം കോട്ടയത്ത് നടക്കുമ്പോഴായിരുന്നു അപകടം. യോഗത്തിനെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജും സഹകരണ മന്ത്രി VN വാസവനും ഉടനടി സ്ഥലത്തെത്തി. ആദ്യ വിശദീകരണം പഴയ കെട്ടിടമാണെന്നും ആരും അകത്തില്ലായിരുന്നുവെന്നും. ഈ ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാണ്. ഈ ബിൽഡിംഗ് ടോട്ടലി നമ്മൾ ഇത് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനം എടുത്ത് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ ഷിഫ്റ്റിംഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പൊ അവിടെ ഇത് അടച്ചിട്ടിരുന്നത് കൊണ്ട് വാസ്തവത്തിൽ ഇല്ല, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഒരാൾ മരിച്ചു പോയിട്ടേയുള്ളൂ, അതിലും വലിയ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാവും. ഇതാണ് ആദ്യം പറഞ്ഞത്, ആ ബിൽഡിംഗ് ഉപയോഗിക്കാത്ത ബിൽഡിംഗ് ആണെന്ന്. പക്ഷേ ഈ ന്യൂസിൽ തന്നെ എത്രയോ ആൾക്കാർ, അവിടെയുള്ള എത്രയോ അന്തേവാസികൾ വന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആ ബിൽഡിംഗ് പോയിട്ടുണ്ട്, അതിൻ്റെ ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇതൊന്നും അറിയില്ല. കാരണം ഇവിടേക്കൊന്നും വരുന്നില്ലല്ലോ. ഇവിടേക്കൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്താലല്ലേ ഇത് നടക്കുന്നുണ്ടോ, എങ്ങനെയാണ് അതിൻ്റെ ഇതെന്താണെന്നുള്ളതൊക്കെ അറിയൂ. ഇതൊന്നും അറിയാത്ത ആളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഇതിനിടെ വാർഡിൽ ചികിത്സയിലായിരുന്ന ബിന്ദുവിന്റെ മകൾ തന്റെ അമ്മയെ കാണാനില്ലെന്ന് പരാതിപ്പെട്ടു. ചാണ്ടി ഉമ്മൻ MLA അടക്കമെത്തി പ്രതിഷേധം തുടങ്ങി. ഈ ഒഴിഞ്ഞ കെട്ടിടം എന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. അവിടെ വാർഡാണ്, അവിടെ ആൾക്കാരുണ്ട്. ആ വാർഡിന്റെ മേലത്തെ കെട്ടിടമാണ് തകർന്നു വീണിരിക്കുന്നത്. പിന്നാലെ JCB അടക്കം സ്ഥലത്തെത്തിച്ച് രക്ഷാപ്രവർത്തനം. അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ബിന്ദുവിനെ കണ്ടെത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മന്ത്രിമാരുടെ എല്ലാ വാദങ്ങളും തെറ്റായിരുന്നുവെന്ന് പിന്നാലെ തെളിഞ്ഞു. അപകട സമയത്ത് 100-ലധികം രോഗികൾ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായല്ലോ, രാഷ്ട്രീയക്കാരാണല്ലോ, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഇവിടെ ചാടി നിൽക്കാൻ പറ്റും. ഇപ്പോൾ മനസ്സിലായല്ലോ, 100-ലധികം ആൾക്കാർ പേഷ്യൻസ് ഉണ്ടായിരുന്ന ബിൽഡിംഗ് ആണ് തകർന്ന് വീണത്.
ഒരു ബിൽഡിംഗ് ഒക്കെ തകർന്ന് വീഴണമെങ്കിൽ ജാമ്പങ്കാലത്തുള്ള ബിൽഡിംഗ് ആയിരിക്കണം. ഒരു വികസനവും ആ ബിൽഡിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, ഒരു മാറ്റവും ഉണ്ടാവില്ല. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണണം. എന്താ പറയുക, അങ്ങനത്തെ ഒരു ബിൽഡിങ്ങിൽ എന്ത് സേഫ്റ്റിയാണ് ഇന്നത്തെ ഈ സിസ്റ്റം നമുക്ക് തരുന്നത്? നിങ്ങളെയൊക്കെ നമ്മൾ ഈ വോട്ടൊക്കെ തന്ന് തിരഞ്ഞെടുത്ത് മുകളിലിരുത്തുന്നത് നിങ്ങൾക്ക് കാറിൽ പോകാനും അല്ലെങ്കിൽ എന്തെങ്കിലും 2-3 വാക്കുകൾ എവിടെയെങ്കിലുമൊക്കെ വന്ന് സംസാരിക്കാനും ഞാനൊരു VIP ആയി എന്നും പൈസ നന്നായി ഉണ്ടാക്കാനും നിങ്ങളുടെ കുടുംബത്തിനെ ടേക്ക് കെയർ ചെയ്യാനും ഒന്നും വേണ്ടിയിട്ടല്ല. ഞങ്ങൾ വോട്ട് ചെയ്ത് നിങ്ങളെ ഇങ്ങനൊരു സ്ഥാനത്ത് എത്തിക്കുന്നത് ജനങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ മാഡം വളരെ ഫെയിലിയർ ആയിട്ടുള്ള ഒരു ലേഡിയാണ്, വളരെ ഫെയിലിയർ ആയിട്ടുള്ള ലേഡി. ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ കേസിലല്ല ഞാൻ പറയുന്നത്. ആ ബിൽഡിംഗ് എന്താണ്, അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ചിട്ട് പോലും മാഡത്തിനൊരു അറിവില്ല. എന്നിട്ട് മാഡം എന്താണ് റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള ഒരു ന്യൂസ്? അപ്പോൾ മാഡം ഇരിക്കുന്ന പൊസിഷൻ വേർത്തായിട്ട് തോന്നുന്നുണ്ടോ? ആരോഗ്യമന്ത്രിയാണ് പോലും, ആരോഗ്യമന്ത്രി. സത്യം പറയാം, കുറച്ചെങ്കിലും മാഡത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ്. മാഡം ദയവ് ഇതിന് ആ സീറ്റിൽ ഇരിക്കരുത്. ഓർത്തോ വിഭാഗത്തിലടക്കം ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികളെ പ്രവേശിപ്പിക്കുന്ന വാർഡായിരുന്നു ഇത്. പ്രശ്നമുണ്ടായതിന് പിന്നാലെയാണ് ഒഴിപ്പിക്കലടക്കം നടന്നതെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും. ഭയങ്കര ശബ്ദമായിരുന്നു. ഞങ്ങൾ നോക്കുമ്പോൾ ഭിത്തി ഇങ്ങനെ താഴോട്ട് വരുന്നതായിട്ടാണ് കണ്ട, പടുപടാ താഴോട്ട്. ഞങ്ങൾ 2 ബാത്റൂം മാറി മാറി ഉപയോഗിച്ചോണ്ടിരുന്ന ബാത്റൂം പൊളിഞ്ഞു വീണത്. ഗുരുതര വീഴ്ച വ്യക്തമായതിന് പിന്നാലെ അപ്പോൾ അതിനൊരു തീരുമാനമായി. അവർ ഉപയോഗിച്ചുകൊണ്ട് നിന്ന ബാത്റൂമാണ് പൊളിഞ്ഞ് വീണത്. തീരുമാനമായല്ലോ. ഈ ഫണ്ടൊക്കെ എങ്ങോട്ടാ പോകുന്നേ? ബജറ്റിൽ കുറേ അവതരിപ്പിക്കുന്നൊക്കെ കാണലുണ്ട്. ഇതൊന്നും ഇവിടെ നടക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ പിന്നെ എങ്ങോട്ടാ പോകുന്നേ? ജനങ്ങളെ വോട്ട് ചെയ്യുമ്പം നോക്കിയും കണ്ടും വോട്ട് ചെയ്യും. വോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അവകാശമൊക്കെ തന്നെയാണ്. അവകാശത്തിൻ്റെ ഭാഗമായി വോട്ട് ചെയ്ത് മുകളിലിരിക്കുന്ന ആൾക്കാർക്ക് ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ വോട്ട് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ആ മോൻ്റെ കണ്ണീരിൻ്റെ വില നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അതിന് പകരമാവില്ല. സത്യം പറയാം, ഞാൻ ആ ഓരോ വീഡിയോയും കാണുന്ന സമയത്ത് സങ്കടം സഹിക്ക വയ്യാണ്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണത്. ഞാൻ ഇത്രയും നേരം ഞാൻ പൊതുവേ വർക്കൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഭയങ്കര റിലാക്സായി കൂളായി കാമായിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കൽ. ഞാനൊന്നും ചെയ്യാണ്ട് ഞാൻ ബസ്സിലിരിക്കുന്ന തൊട്ടേ ഞാൻ ഈ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പം നേരെ വന്നെടുക്കുന്നൊരു വീഡിയോ ആണിത്. കാരണം എല്ലാ മനുഷ്യനെയും കരയിപ്പിക്കുന്ന ഒരു സാധനമാണിത്. അവൻ പറയുന്ന കുറേ കാര്യങ്ങളും ഒരു കുടുംബത്തിൻ്റെ ഫുൾ ഇതാണ് നിങ്ങൾ കൊണ്ടുപോയി നശിപ്പിച്ചത്. മന്ത്രിമാർ തിരുത്തുമായി എത്തി. ആദ്യഘട്ടത്തിൽ വാസ്തവത്തിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതാണ് ഈ 3 പേർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അമ്മയെ കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തും അനൗൺസ് ചെയ്തു. ഡോക്ടേഴ്സ് തന്നെയൊക്കെ എല്ലായിടത്തും വാർഡുകളിൽ മുഴുവൻ പോയി പരിശോധിച്ചു. അപ്പോൾ കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു. പിന്നെ CT സ്കാൻ എടുക്കുമ്പോൾ കുട്ടിയുടെ അമ്മയും ആ കുഞ്ഞിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരാളെ കുറിച്ച് ആ സമയത്ത് അതുകൊണ്ടാണ് ഇവർ 2 പേർ എന്നുള്ളത് പറഞ്ഞത്. പക്ഷെ പിന്നീട് എന്നിരുന്നാലും 2 പേരെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് മാറ്റാമെന്നുള്ളതല്ലല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുവാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് അവിടെ നിന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണല്ലോ എനിക്ക് പറയാൻ കഴിയുക. ഞാനൊരു ചർച്ചയ്ക്ക് ശേഷമല്ലല്ലോ പറഞ്ഞത്, ഞാൻ വന്ന് നിന്നുടനെയാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ആ ഘട്ടത്തിൽ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണല്ലോ. അപ്പോൾ നിങ്ങളെ വെറുതെ വായ തോന്നിയത് വന്ന് പറയരുത്, വായ തോന്നിയത് കേട്ടിട്ട് വന്ന് പറയരുത്. ഇങ്ങനൊരു ടോപ്പിക് ഉണ്ട്, അമ്മിയ റിയാക്ട് ചെയ്യുന്നില്ലേ എന്ന് എൻ്റെ ഫ്രണ്ട് ചോദിച്ച സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞാൽ ചെയ്യണം, അതിന് മുമ്പ് ഞാനൊന്ന് റെഫർ ചെയ്യട്ടെ എന്നാ. ഞാനൊരു 10-15 ന്യൂസ് ഈ വീഡിയോൻ്റെ ഞാൻ കണ്ടു. 10-15 ന്യൂസിലധികം ഞാൻ കണ്ടു. നിങ്ങളൊരു ആരോഗ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു ലേഡിയാണ്. നിങ്ങളാണ് ഇതിന് റെസ്പോൺസിബിൾ, നിങ്ങളാണ് ഇതിൻ്റെ കാരണക്കാർ, നിങ്ങളാണ് ഇതിനെ പറയേണ്ടത്. അപ്പം വായയ്ക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ സംസാരിക്കരുത്. അവിടെ ഇരുന്ന് ബോധത്തോടു കൂടി കാര്യം മനസ്സിലാക്കിയിട്ട് സംസാരിക്കില്ല. ഇപ്പം എനിക്കൊന്നും പറയാനില്ല, ഞാൻ പറയാം എന്ന രീതിയിൽ പോയി സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. ഉപയോഗിക്കാത്ത ബിൽഡിങ്ങാണ്, പൂട്ടിയിട്ട ബിൽഡിങ്ങാണ്, 100-ലധികം പേഷ്യൻ്റ് കടന്ന് അവർ യൂസ് ചെയ്യുന്ന ബാത്റൂമിൽ ഈ സംഭവം ഉണ്ടായിട്ടാണ് പറയുന്നത് ഉപയോഗിക്കാത്തതാണ്. എവിടെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം? എന്താ നിങ്ങൾ ചെയ്യുന്നത്? സത്യസന്ധമായി ചോദിക്കുക, എന്താ നിങ്ങൾ ചെയ്യുന്നത്? ഇങ്ങനെ കാണേണ്ടി വന്നിട്ടാണോ? എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലാണോ? ഞാൻ തകർന്നു പോയി.
എന്നെ കൊണ്ട് പറ്റൂലമ്മ. ആദ്യത്തെ ശമ്പളം അമ്മയുടെ കയ്യിലേൽപ്പിക്കാൻ കാത്തിരുന്ന മകനാണ് ആ ജീവനറ്റ മുഖം നോക്കി അമ്മയെന്ന് വിളിച്ച് വിങ്ങിപ്പൊട്ടുന്നത്. വയ്യാത്ത കാലം വെച്ച് അമ്മ തുണിക്കടയിലെ ജോലിക്ക് പോകുമ്പോഴൊക്കെയും അവൻ സ്വപ്നം കണ്ടു കാണും. അധ്വാനിച്ചുണ്ടാക്കിയ അവന്റെ പങ്ക് ആ കൈകളിൽ ഏൽപ്പിക്കുന്ന ഒരു ദിവസം. ആശുപത്രി കിടക്കയിൽ വേദനയ്ക്ക് കൂട്ടിരുന്ന അമ്മയെ പെട്ടെന്ന് കാണാതായപ്പോഴും വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന മകളാണ് അരികിൽ. അമ്മയെ കാണാനില്ലെന്ന് പലരോടും പലതവണ പറഞ്ഞിട്ടും ആരും കേട്ടില്ല. ഒടുവിൽ മണിക്കൂറുകൾ കഴിഞ്ഞ് കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് അമ്മയെ കണ്ടെത്തി, ജീവനില്ലാതെ. ഞാനല്ല, അവളായിരുന്നു വീട് നോക്കിയതെന്ന് പറയുമ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെയെന്ന സത്യം പറയും, ന്യൂസ് എനിക്ക് ഫുള്ള് കാണാൻ പറ്റുന്നില്ല. എനിക്ക് എത്ര പേർക്ക് കാണാൻ പറ്റും എന്നുള്ള കാര്യം അറിയില്ല. കാരണം എത്രയോ ന്യൂസുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്, എത്രയോ ന്യൂസിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീച്ച്ലെസ് ആയൊരു സിറ്റുവേഷൻ. സാധാരണ ഒരു പാവപ്പെട്ട ആൾക്കാർ, അവരുടെ വീട് പണി കാര്യങ്ങളൊന്നും തീർന്നിട്ടില്ല, അച്ഛൻ അസുഖമാണ്, അമ്മയ്ക്ക് അസുഖമാണ്, ഒരു പെൺകുട്ടി ആൺകുട്ടി. പെൺകുട്ടീൻ്റെ ആരോഗ്യസ്ഥിതിയായി ബന്ധപ്പെട്ടിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത്. മകനെയും പെൺകുട്ടീനെയും പഠിപ്പിച്ചൊരു നിലയിലെത്തിച്ചു. മോൻ ജോലിക്ക് കയറി 1 മാസമായിട്ടേ ഉള്ളൂ. ഇനി എൻ്റെ കുടുംബം മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലോട്ട് മുന്നോട്ട് പോകുന്ന ഒരു ടിപ്പിക്കൽ ഫാമിലി. അപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹത്തിൽ ഇഷ്ടത്തിൽ നിന്ന ഒരാളാണ്. നമുക്ക് കാണാൻ പറ്റും. ഈ അച്ഛൻ്റെ ഇൻ്റർവ്യൂസ് കുറേ കാണാൻ പറ്റും. ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് സംസാരിച്ചില്ലെങ്കിലും മനുഷ്യൻ്റെ കണ്ണിലൊരു തീ ഉണ്ടായിരുന്നു. അത് എത്ര പേർക്ക് കാണാൻ പറ്റി എന്നുള്ള മനസ്സിലാക്കാൻ പറ്റില്ല. ആ സങ്കടം ഉള്ളിൽ ഒതുക്കി പിടിച്ചാണ് മനുഷ്യൻ സംസാരിച്ചിട്ടുള്ളത്. അവരുടെ സന്തോഷം ഫുള്ളല്ലേ തകർന്നത്. അങ്ങനൊരു പ്രശ്നമുള്ളൊരു ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു സൈൻ ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ മാഡം പറഞ്ഞതുപോലെ പൂട്ടിയിടണമായിരുന്നു. എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ഇടരുതായിരുന്നു. ഇങ്ങനെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങളിനി ചിലപ്പോൾ 5 ലക്ഷമോ 10 ലക്ഷം രൂപയൊക്കെ കൊടുക്കുമായിരിക്കും ഈ വീട്ടുകാർക്ക്. അങ്ങനെ അമ്മേനെ കൊടുക്കാൻ സാധിക്കുമോ? 10 അല്ല 20 അല്ല, നിങ്ങളിനി കോടിയല്ല എത്ര കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയോളൊന്നും ഒന്നും വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ഇരിക്കുക, ഇല്ലെങ്കിൽ ആ കസാരയും കൊഴിഞ്ഞു കൊടുത്താൽ. ഇത്രയേ പറയാനുള്ളൂ. പുച്ഛാൻ തോന്നുക, പുച്ഛം.